കോഴിക്കോട് നിന്ന് ഒരു വർഷം മുൻപ് കാണാതായ 53-കാരനെ കൊന്ന് കുഴിച്ചിട്ടതെന്ന് കണ്ടെത്തൽ. വയനാട് സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. തമിഴ്നാട് നീലഗിരിയിലെ ചേരമ്പാടി വനത്തിൽ ചതുപ്പ് സ്ഥലത്ത് കുഴിയെടുത്തുള്ള പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നീരുറവ ഉള്ള സ്ഥലത്താണ് മൃതദേഹം കിടന്നിരുന്നതെന്നും മൃതദേഹം അഴുകിയിട്ടില്ലെന്നും പോലീസ് പറയുന്നു. അത് രണ്ടുപേരെ നമുക്ക് കസ്റ്റഡിയിലെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തതിൽ അവരെ കൺഫെഷൻ പ്രകാരം നമ്മൾ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ബോഡി മിസ്സിംഗ് ആയ ആൾ തന്നെയാണോ എന്ന് DNA ടെസ്റ്റൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമേ മറ്റു കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ 2024 മാർച്ചിൽ ഹേമചന്ദ്രനെ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയെന്ന ഭാര്യ സുബിഷയുടെ പരാതിയിലാണ് അന്വേഷണം നടന്നത്. കൊലപാതകത്തിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന 2 പേർ കുറ്റം സമ്മതിച്ചു. അപ്പു എന്ന അജീഷ്, ജ്യോതിഷ് എന്നിവരാണ് കുറ്റം സമ്മതിച്ചത്. പ്രതികളുടെ ചിത്രങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്നും. സുജിത്ത്, ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത്. അതിൽ ഈ കൊല നടത്തിയെന്ന് കസ്റ്റഡിയിലുള്ള പ്രതികൾ 2 പേർ സമ്മതിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രതികളുടെ ചിത്രങ്ങൾ ഇപ്പോൾ 24-ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിനോടകം എന്താണ്? 2024 ഏപ്രിൽ മാസത്തിലാണ് ഈ തിരോധാനം നടക്കുന്നത്. ഹേമചന്ദ്രന്റെ ഭാര്യയായിട്ടുള്ള സുബിഷയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി കോഴിക്കോട് പോലീസിന് നൽകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്താണ് ഇവർ താമസിച്ചിരുന്നത്. ബത്തേരിയിലാണ് ഈ ഹേമചന്ദ്രന്റെ വീട്. 20 വർഷം മുമ്പ് ഇവിടെ നിന്നും പോയതാണ് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അവിടെ വെച്ച് തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ വഴിയിലാണ് പോലീസിന് ഈ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് 2 പേരെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത്. മൊത്തം 3 പ്രതികളാണ് ഈ കേസിലുള്ളതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നൌഷാദ് എന്ന ഒരു പ്രതിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. അറസ്റ്റ് ചെയ്തത് ജ്യോതിഷ് എന്ന ഒരാളും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജ്യോതിഷും അജേഷും എന്ന മറ്റൊരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തത് വഴിയാണ് സാമ്പത്തിക വിഷയങ്ങൾ, അതായത് ഇവർ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത്. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയ ശേഷം കൊലപ്പെടുത്തി ചേരമ്പാടിയിലെ വനമേഖലയിൽ കുഴിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് നൽകിയത്. ഇതനുസരിച്ച് ഈ പോലീസിന്റെ ഒരു സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രദേശം കഴിഞ്ഞ ദിവസങ്ങളിലായി. ഇന്ന് ഈ അജേഷുമായി തെളിവെടുപ്പിനായി എത്തിച്ചു. അജേഷ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സ്ഥലത്ത് അതായത് ആ സ്ഥലത്ത് തണുത്ത ഒരു അന്തരീക്ഷമാണുള്ളത്. ഉറവുള്ള പ്രദേശമാണ്. ചതുപ്പിന് അകത്ത് 4 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്താണ് മൃതദേഹം വച്ചിരുന്നത്. എന്തായാലും തിരോധാന കേസ് എന്ന നിലയിൽ വന്നൊരു സംഭവമാണ്. അതിപ്പോൾ ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് പോലീസ് അതിനെ കാണുകയാണ്. കൂടുതൽ തെളിവെടുപ്പും വിവരശേഖരണവും ഒക്കെ പോലീസ് നടത്തുകയുമാണ്. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.